നമസ്കാരം. അപ്പോൾ നമുക്ക് CBSEയുടെ റിയാക്ഷൻസ്, ഓർഗാനിക് റിയാക്ഷൻസ് ഏകദേശം തീർന്നു. അതിന് ഒരു 3 റിയാക്ഷൻസ് കൂടെ കാണും. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് എസ്ട്രിഫിക്കേഷൻ എന്ന് പറയും. എസ്ട്രിഫിക്കേഷൻ, ESTRIFICATION, എസ്ട്രിഫിക്കേഷൻ. എസ്ട്രിഫിക്കേഷൻ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം ഫോർമേഷൻ ഓഫ് എസ്റ്റർ. ഫോർമേഷൻ ഓഫ് എസ്റ്റർ എന്ന് പറഞ്ഞ സബ്സ്റ്റൻസാണ്, പെർഫ്യൂംസൊക്കെ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസാണ്. നമ്മൾ പൈനാപ്പിളിൻ്റെ മണം, ജാക്ക് ഫ്രൂട്ടിൻ്റെ മണം, മുല്ലപ്പൂവിൻ്റെ മണം, ഇതെല്ലാം ഓരോ എസ്റ്റർ അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ സ്മെല്ല് വരുന്നത്. അപ്പോൾ എസ്റ്റർ എന്ന് പറയുന്നത് ഫോം ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. എസ്റ്റർ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഹൗ ഈസ് എസ്റ്റർ ഫോംഡ് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ആൻ ആസിഡ് ആൻഡ് ആൻ ആൽക്കഹോൾ. Organic acid and alcohol. Organic acid means acetic acid example. Alcohol example ethanol. നമുക്ക് രണ്ടും കൂടെ റിയാക്ഷൻ നോക്കാം. എത്തനോളും അസറ്റിക് ആസിഡും കൂടെ റിയാക്ഷൻ നോക്കാം. എന്ത് കിട്ടുമെന്ന് നമുക്ക് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, CH3CH2OH എത്തനോൾ പ്ലസ് ഓർഗാനിക് ആസിഡ്, നമ്മൾ CH3COOH ethanoic acid, otherwise it is known as acetic acid. Common name is acetic acid and its IUPAC name is ethanoic acid because it contains 2 carbon atoms. That is why it is known as ethanoic acid, a carboxyl group, presence of carboxyl group, so it is an acid. Okay, ശരി. അപ്പോൾ എത്തനോയിക് ആസിഡ് ഇങ്ങനെ എഴുതിയാൽ നമുക്ക് റിയാക്ഷൻ കിട്ടില്ല. അതാണ് പറഞ്ഞത്. ടെക്സ്റ്റിൽ കിടക്കുമ്പോഴല്ല, നിങ്ങൾ ശീലിക്കാനുള്ളത് COH ഇങ്ങനെ തല കുത്തനെ എഴുതണം. നമുക്കത് ശീലമുണ്ടല്ലോ. HOOC എടാ, COH എഴുതിയിരിക്കണം. CH3 എഴുതിയിട്ട് gives in the presence of concentrated H2SO4 or sulfuric acid. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിലാണ് എസ്റ്റർ ഫോർമേഷൻ നടക്കുന്നത്. ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ethanol and acetic acid or carboxylic acid. So when any carboxylic acid reacts with any alcohol, we get ester. This process is called, the formation of ester is called estrification. Ester ഉണ്ടാകുന്നത് എസ്ട്രിഫിക്കേഷൻ, ഏതുണ്ടായാലും അതിൻ്റെ ഫിക്കേഷൻ. ഇത് എസ്റ്റർ ഉണ്ടാകുന്നു എസ്ട്രിഫിക്കേഷൻ. ഒരു ആൽക്കഹോൾ ഒരു ആസിഡുമായി in the presence of concentrated sulfuric acid, formation of an ester. We can see which ester is formed here. നോക്കാം, നിങ്ങൾക്ക് എളുപ്പമാണ്. ഈ H ഇങ്ങനെ ഇടാൻ കാര്യം, ഈ OHും Hും കൂടെ റൗണ്ട് ചെയ്ത് വാട്ടർ ഫോർമേഷൻ H2O പ്ലസ് ദ റിമൈനിങ് ഇക്വേഷൻ അതേപോലെ അങ്ങ് എഴുതിയാൽ മതി. CH3CH2 OOC CH3. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? പേരറിഞ്ഞുകൂടാ, ഇതേപോലെ എഴുതിയാൽ ഫുൾ മാർക്കായി. ഇതെന്താണെന്ന് പോലും അറിഞ്ഞുകൂടാതെ നമ്മൾ ഇക്വേഷൻ റൗണ്ട് ചെയ്തെടുത്തതാണ്. അതാണ് ഇക്വേഷൻ ഇങ്ങനെ എഴുതുന്നതിൻ്റെ ഗുണം. ഇവോൾവിങ് ഓഫ് 1 molecule ഓഫ് വാട്ടർ ആൻഡ് ദ റിമൈനിങ് പ്രോഡക്റ്റ് ഈസ് കോൾഡ് എസ്റ്റർ. നോക്കാം നമുക്ക് എസ്റ്റർ. വാട്ട് ഈസ് ദിസ്? CH3CH2 ഈഥൈൽ. CH3COO അസറ്റിക് ആസിഡ് ഈസ് CH3COOH acetic acid. CH3COO, removal of 1 atom of hydrogen, we get tate. Sulfuric acid, removal of hydrogen, sulfate. Nitric acid, removal of hydrogen, nitrate. Acetic acid, removal of hydrogen, acetate. Otherwise it is known as ethanoate because it is ethanoic acid. Ethanoate, NOATE, ethanoate or acetate. Can you understand? അപ്പോൾ അസറ്റിക് ആസിഡ് എത്തനോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ റിമൂവിങ് ഓഫ് 1 molecule ഓഫ് വാട്ടർ, ദ റെസ്റ്റ് പ്രോഡക്റ്റ് ഈസ് കോൾഡ് എസ്റ്റർ. ഈഥൈൽ അസറ്റേറ്റ്, അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് ഈഥൈൽ എത്തോണേറ്റ്. ബോത്ത് ആർ എസ്റ്റർ. രണ്ടും എസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. സോ ഫോർമേഷൻ ഓഫ് എസ്റ്റർ ഈസ് കോൾഡ് എസ്ട്രിഫിക്കേഷൻ. In the simple, what is an esterification? Esterification, the formation of ester by the reaction between an organic acid and organic or ethanol or any alcohol in the presence of what? Concentrated sulfuric acid. So we get ethyl acetate. It is an ester.
ഈഥൈൽ ആൽക്കഹോളിൽ നിന്ന് വന്നത്, അസറ്റേറ്റ് അസറ്റിക് ആസിഡിൽ നിന്ന് വന്നത്. സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എസ്റ്റർ. വാട്ട് ഈസ് ഇറ്റ് ഈസ് നോൺ ആസ് എ എസ്ട്രിഫിക്കേഷൻ. ഒന്നും മനസ്സിലായില്ലേ? സന്തോഷമുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞു തരട്ടാ. ആസിഡ് പ്ലസ് ആൽക്കഹോൾ ഗീവ്സ് എസ്റ്റർ. ദിസ് പ്രോസസ് ഈസ് കോൾഡ് എസ്ട്രിഫിക്കേഷൻ. ഇതിനാണ് ഇത്രയും വാചകം അടിച്ചത്. എന്താ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റ് സൾഫ്യൂരിക് ആസിഡ്? ഓർമ്മയുണ്ട്, എഴുതിക്കോ. ഇക്വേഷൻ എക്സാമ്പിൾ എന്ന് പറയും, ഏതെങ്കിലും ഒരു ഇക്വേഷൻ എഴുതിയാലേ പറ്റുള്ളൂ. ഇതാണ് നിങ്ങളുടെ ടെസ്റ്റിലുള്ള ഇക്വേഷൻ. ഇനി വേറൊരു സത്യവും കൂടി എന്നോട് അവർ പറയുന്നു, ഈ കിട്ടുന്ന എസ്റ്റർ വേറെ ഏതെങ്കിലും ബേസുമായിട്ടോ ആസിഡുമായിട്ടോ, നമുക്ക് ബേസുമായിട്ട് മതി, ബേസുമായിട്ട് റിയാക്ട് ചെയ്താൽ തിരിച്ച് വീണ്ടും ആൽക്കഹോളും ആസിഡും കിട്ടും. അതിന് വേണമെങ്കിൽ എന്തോന്ന് പറയാം, ഫോർമേഷൻ ഓഫ് അല്ലെങ്കിൽ റീഎസ്ട്രിഫിക്കേഷൻ എന്നൊക്കെ പറയാം, ട്രാൻസ് എന്ന് പറയാം. ട്രാൻസ് നിങ്ങൾ ടെസ്റ്റിൽ അതില്ല എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ട്രാൻസ് എസ്ട്രിഫിക്കേഷൻ എന്ന് വെച്ചാൽ എസ്റ്റർ മാറി വരുന്നു. അഗെയിൻ വി ഗെറ്റ് ആൽക്കഹോൾ ആൻഡ് ആസിഡ്. അപ്പോൾ ആൽക്കഹോളും ആസിഡ് ഞാൻ നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാം. ഓക്കെ, ഇത് തന്നെ എസ്റ്റർ കിട്ടിയില്ലേ? CS3 CH2 OOCCS3 പ്ലസ് എ ബേസ്, എക്സാമ്പിൾ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH. വി ഗെറ്റ് ഇത്രയും എടുക്കുക, CS3CON. CS3 കിട്ടുന്ന പ്രോഡക്റ്റ് ഉണ്ട്, CS3COON പ്ലസ് CS3CH2OH. ആസിഡ് ആൻഡ് ആൽക്കഹോൾ. അപ്പോൾ ചില പറയുന്നു, സാർ എന്തോ സാർ ഇത് കള്ളം പറയുന്നത്, ആസിഡ് എവിടെ കിട്ടി? ഇതൊരു ആസിഡാണോ? പിന്നെ നിങ്ങൾ പറയും എൻ്റെ പേരെന്താണെന്ന്. ഞാൻ പറഞ്ഞു കേട്ടാ, അസറ്റിക് ആസിഡ് CS3COOH, സോഡിയം റിമൂവ്, ഒരു ഹൈഡ്രജൻ മാറി സോഡിയം വന്നു, സോഡിയം അസറ്റേറ്റ്. ഇറ്റ് ഈസ് ദ സോൾട്ട് ഓഫ് ആൻ ആസിഡ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ പിന്നെ നമ്മൾ സോഡിയം റിമൂവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഇറ്റ് ഈസ് ഓൺ അസിഡിഫിക്കേഷൻ. ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ H ഇവിടെ വരുകയും. അപ്പോൾ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എൻ ആസിഡ്. സോ വി ക്യാൻ ഈസിലി പ്രിപ്പയർ acid and alcohol again by the reaction with a base like sodium hydroxide. So when ester is treated with sodium hydroxide, again we get alcohol and acid. ഈ റിയാക്ഷൻ പറയാൻ കാര്യമുണ്ട്. കാര്യം ഇതാണ് സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ റിയാക്ഷൻ. സോപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഞാൻ പറഞ്ഞു തരട്ടാ. ഗ്ലിസറിൽ സ്റ്റിയറേറ്റ് എന്ന് പറയുന്ന ഒരു ഡാഷ്, നിങ്ങളെ ചീത്ത വിളിച്ചതല്ല, ഒരു ഡാഷ് എന്ന് പറയുന്നത് ഗ്ലിസറിൽ സ്റ്റിയറേറ്റ് എന്ന് പറയുമ്പം തന്നെ നിങ്ങൾ ബുദ്ധിയുള്ളവർ സാർ പഠിപ്പിച്ചതനുസരിച്ച് അതൊരു എസ്റ്റർ അല്ലേ? എന്ത് ഗ്ലിസറോൾ ആൽക്കഹോൾ, ഗ്ലിസറോളും സ്റ്റിയറിക് ആസിഡും. അപ്പോൾ ഒരു ആസിഡും ഒരു ആൽക്കഹോളും തമ്മിൽ ചേർന്നിട്ടുണ്ടാകുന്നതല്ലേ ഗ്ലിസറിൽ സ്റ്റിയറേറ്റ്. സോ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആൻ എസ്റ്റർ. ബിക്കോസ് ഒരു ആൽക്കഹോൾ ഒരു ആസിഡുണ്ട്, റിയാക്ഷനിലൂടെ കിട്ടിയതാണ് ഗ്ലിസറിൽ സ്റ്റിയറേറ്റ്. ഈ ഗ്ലിസറിൽ സ്റ്റിയറേറ്റ് when it is treated with a base like a sodium hydroxide or potassium hydroxide, we get sodium stearate and glycerol. കണ്ട, സോഡിയം സ്റ്റിയറേറ്റ്, അതിനൊരു സോഡിയം അസറ്റേറ്റ്, ഗ്ലിസറോൾ അതൊരു ആൽക്കഹോൾ, ഇതൊരു ആൽക്കഹോൾ. അപ്പോൾ ഇത് സോപ്പ് പ്രിപ്പറേഷനുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട്, സോപ്പ് ഫോർമേഷൻ നടക്കുന്നുണ്ട്. അതിന് വേണമെങ്കിൽ നമുക്ക് വീണ്ടും പറയാം സാപ്പോണിഫിക്കേഷൻ. Soap formation of soap from this reaction, so we called saponification, formation of soap. ഒന്നുകൂടെ സോപ്പ് ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞില്ല, അത് അറിഞ്ഞിരിക്കണം നിങ്ങൾ. ഗ്ലിസറിൽ സ്റ്റിയറേറ്റ് ഒരു എസ്റ്ററാണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഒരു ബേസാണ്. ബേസും ഒരു എസ്റ്ററും കൂടെ റിയാക്ഷൻ നടത്തിയാൽ നമുക്ക് സോപ്പ് ഉണ്ടാകും. സോപ്പിൻ്റെ പേരെന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ സോഡിയം സ്റ്റിയറേറ്റ്. ഗ്ലിസറിൽ ആൽക്കഹോൾ ഉണ്ടായിട്ട് ഗ്ലിസറോൾ, അപ്പോൾ ഒരു ആൽക്കഹോൾ ഉണ്ടായി, സോഡിയം സ്റ്റിയറേറ്റും ഉണ്ടായി. സോഡിയം സ്റ്റിയറേറ്റ് ആരാണ്? സോപ്പിൻ്റെ കെമിക്കൽ നെയിമാണ് സോഡിയം സ്റ്റിയറേറ്റ്. സോഡിയം, വാട്ട് ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് സോപ്പ്? സോഡിയം സ്റ്റിയറേറ്റ് എന്നും പറഞ്ഞ് വീട്ടിൽ ചെന്ന് സോപ്പില്ലെങ്കിൽ അമ്മയുടെ അമ്മ ഇവിടെ ഇരുന്ന സോഡിയം സ്റ്റിയറേറ്റ് എവിടെയെന്ന് കേട്ടാൽ
അമ്മയ്ക്ക് ചിലപ്പോൾ ഓർഗാനിക് എന്ന് അമ്മ പറയും, നിൻ്റെ അച്ഛൻ പോലും എൻ്റെ മുഖത്ത് നോക്കി ഇത് പറഞ്ഞിട്ടില്ല സോഡിയം സ്റ്റെയറേറ്റ് എന്ന്. വരട്ടെ, എന്നൊരാൾ വരട്ടല്ല, അതിനെപ്പറ്റി സംസാരിച്ചിട്ട് ബാക്കി കാര്യം മതി. അമ്മ ഇത് തന്നെ കൂടുതലൊന്നും പറയണ്ട. ഇന്ന് അച്ഛൻ വരുമ്പം പറയും, നിങ്ങൾ അറിഞ്ഞ പെണ്ണുകാരി വളർന്നു കേട്ടോ, എന്താണ് അവൾ എൻ്റെ മുഖത്ത് ചോദിക്കുന്നത് സോഡിയം സ്റ്റെയറേറ്റ് എന്ന്. തന്നെ ഇവിടെ പടി, നിന്നെ ഇതിനാണോ പഠിപ്പിക്കുക അയച്ചത്? എന്തിന് പ്രശ്നം ഉണ്ടാക്കണം? അമ്മ സോപ്പ് എവിടെയെന്ന് കേട്ടാൽ മതി. കെമിക്കൽ നെയിമൊക്കെ മനസ്സിൽ ഇരുന്നോട്ട്. സോഡിയം സ്റ്റെയറേറ്റ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ നെയിം ഓഫ് സോപ്പ് ഈസ് സോഡിയം സ്റ്റെയറേറ്റ്. പിന്നെ വേറെ കാര്യം ചിലർ പറയും സോഡിയം സ്റ്റെയറേറ്റ് അല്ല, സോഡിയം പാൽമിറ്റേറ്റ് എന്ന് പറയും, കറക്റ്റാണ്. സോഡിയം ഒലിയേറ്റ് എന്ന് പറയും, കറക്റ്റാണ്. കാര്യം സ്റ്റെയറേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെയറിക് ആസിഡ് ഉപയോഗിക്കുന്നു, അപ്പോൾ സോഡിയം സ്റ്റെയറേറ്റ്. പാൽമിറ്റിക് ആസിഡ് ഉപയോഗിക്കുമ്പോൾ സോഡിയം പാൽമിറ്റേറ്റ് കിട്ടും. ഒലിക് ആസിഡ് ഉപയോഗിക്കുമ്പോൾ സോഡിയം ഒലിയേറ്റ് കിട്ടും. ഓൾ ആർ സോപ്സ്. ദെൻ സോഡിയം ഹൈഡ്രോക്സൈഡ് പൊട്ടാസ്യം. നിങ്ങൾ കേട്ടിട്ടില്ലേ, നമുക്ക് പണ്ട് കൊച്ചിലെ വീട്ടിൽ അമ്മ സോപ്പുണ്ടാക്കി പെട്ടിയുടെ അകത്ത പെട്ടി എടുത്തിട്ട് അതിലല്പം കാസ്റ്റിക് ആൽക്കലി എന്ന് വെച്ചാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് ചില വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വെയിലത്ത് കുഴച്ച് വെച്ചാൽ സോപ്പായി. എന്നുവെച്ചാൽ ആൽക്കലി പ്ലസ് എന്തോന്ന്, ആൽക്കലി പ്ലസ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഗ്ലിസറിൽ ഏതോ സ്റ്റെയറേറ്റോ പാൽമിറ്റേറ്റോ ഒലിയേറ്റോ ആണ്. C17H35 അതൊന്നും പറയണ്ട പോട്ട്. അപ്പോൾ ഗ്ലിസറിൻ സ്റ്റെയറേറ്റ് എന്ന് പറയുന്ന സാധനം സോഡിയം ഹൈഡ്രോക്സൈഡ് മിക്സ് ചെയ്യുമ്പോൾ സോഡിയം സ്റ്റെയറേറ്റ് എന്ന് പറഞ്ഞ സോപ്പ് കിട്ടി. ഇതാണ് സാപ്പോണിഫിക്കേഷൻ. ആ ഇക്വേഷനെ ഓർമ്മിക്കാൻ വേണ്ടി കണ്ട ബേസ് ഒരു എസ്റ്റർ ഫോർമേഷൻ സോഡിയം എസ്റ്ററിന് പകരമാണ് അവിടെ നമ്മൾ സോഡിയം സ്റ്റെയറേറ്റ് സോപ്പ് കിട്ടിയത്. പിന്നെ ഒരു ആൽക്കഹോളും കിട്ടും. അവിടെ കിട്ടുന്ന ആൽക്കഹോൾ ഗ്ലിസറോൾ. ഗ്ലിസറോൾ ഈസ് ദ ബൈ പ്രോഡക്റ്റ് വെൻ സോപ്പ് ഈസ് പ്രിപ്പയർഡ്. സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് വെൻ സോപ്പ് ഈസ് മാനുഫാക്ചർഡ് ഗ്ലിസറോൾ ഈസ് ഒബ്റ്റൈൻഡ് ആസ് എ ബൈ പ്രോഡക്റ്റ്. ഫോർമുല CH2OH CHOH CH2OH. ഞാൻ പറഞ്ഞില്ലെന്ന് വിചാരിച്ചു, നിങ്ങൾക്കില്ല എങ്കിലും എൻ്റെ വേദന കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. ഇതാണ് സോപ്പിൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ സോപ്പിൻ്റെ നിങ്ങൾക്കിപ്പം ഇനി റിയാക്ഷൻ എന്ന് പറയുന്നത് എല്ലാം തീരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട് ഇവിടെ, നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ പുറകിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ക്യാൻ യു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എത്തനോൾ ഓർ ആൽക്കഹോൾ ആൻഡ് ആൻ ആസിഡ്? ഒരാൾക്ക് സപ്പോസ് യു ആർ ഗിവൺ ആൻ ആൽക്കഹോൾ ആൻഡ് ആസിഡ്, ഹൗ ക്യാൻ യു ഡിസ്റ്റിങ്വിഷ് ഇറ്റ്? എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും? ഹൗ ക്യാൻ യു സെപ്പറേറ്റ് ദീസ് ടു സൊല്യൂഷൻസ്? ആസിഡും ഒരു ആൽക്കഹോളും തന്നിരിക്കുന്നു, രണ്ടും സൊല്യൂഷനാണ്, രണ്ടും കളർലെസ് ആണ്. സൊല്യൂഷൻ കളർലെസ് ആണെന്ന് പറഞ്ഞാൽ തൊട്ട് നോക്കിയോ തപ്പി നോക്കിയോ രുചിച്ച് നോക്കിയോ ചിലപ്പോൾ ക്ലോറോഫോം ആയിരിക്കും, 4 കാലം പറിച്ച് കിടക്കും. അതുകൊണ്ട് തപ്പി നോക്കിയോ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആസിഡ് ആണെങ്കിൽ നല്ല എളുപ്പ വഴി. സോഡിയം ബൈകാർബണേറ്റോ സോഡിയം കാർബണേറ്റോ ആസിഡിൽ എടുത്തിട്ടാൽ പെട്ടെന്ന് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നുരയും പതയും ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരും. എന്ന് പറഞ്ഞാൽ വിഗറസ് ഓർ ബ്രിസ്ക് എഫർവസൻസ് കളർലെസ് ഓഡർലെസ് ഗ്യാസ് ടേൺഡ് ലൈം വാട്ടർ മിൽക്കി. ലൈം വാട്ടർ മിൽക്കി ആകുന്ന ഒരൊറ്റ ഗ്യാസേ ഉള്ളൂ കാർബൺ ഡൈ ഓക്സൈഡ്. വെൻ സോഡിയം കാർബണേറ്റ് or sodium bicarbonate is added in an acid, the evolution of carbon dioxide vigorously, brisk effervescence of carbon dioxide vigorously. When sodium bicarbonate or sodium carbonate, any carbonate is added in acid, we get the effervescence of carbon dioxide. But in the alcohol, no reaction. When you put the sodium bicarbonate, sodium carbonate and alcohol, there is no reaction like this acid. ആസിഡിനെ പോലെ ഒരു റിയാക്ഷനും ഇല്ല. അപ്പോൾ ഇനി കൂടുതൽ പറയുന്നില്ല. വാട്ട് ഈസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ആസിഡ് ആൻഡ് ആൽക്കഹോൾ? ആസിഡ് സോഡിയം കാർബണേറ്റ്, എവല്യൂഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. സോഡിയം ബൈകാർബണേറ്റ് നിങ്ങൾ ആ ടെക്സ്റ്റിലുണ്ട്. CH3COH പ്ലസ് Na2CO3 ഗ്യാസ്, CH3COON പ്ലസ് CO2 പ്ലസ് H2O. NaHSO3 same products are obtained. CH3COH plus NaHCO3, sodium bicarbonate, the evolution of carbon dioxide. So CO2 plus H2O, the rest product is CH3CON. So evolution of carbon dioxide when acid is when sodium bicarbonate or sodium carbonate, any carbonate added in acid, we get the effervescence of carbon dioxide. This is the distinction between an alcohol and acid. In goodbye. Okay? ശരി.